Hello dear students, this is Sonu from Mechanical Engineering Department. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് പ്രോസസ് പ്ലാനിങ് എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രോസസ് പ്ലാനിങ് ഇസ് ദാറ്റ് ഫങ്ഷൻ വിത്തിൻ എ മാനുഫാക്ചറിങ് ഫെസിലിറ്റി that establishes which machining process and process parameters are to be used to convert a work material from its initial form to a final form defined by an engineering drawing. നമുക്കറിയാം, ഒരു മാനുഫാക്ചറിങ് ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഷോപ്പിൽ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ ഫോം മുതൽ അതിൻ്റെ ഫൈനൽ ഫോം വരെ അതിൽ ഒരുപാട് പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരുപാട് മാനുഫാക്ചറിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ നമുക്കതൊരു ഫൈനൽ ഔട്ട്പുട്ടായിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രോസസ്സുകളുടെ കറക്റ്റായിട്ടുള്ളൊരു പ്ലാനിങ്, ഏത് പ്രോസസ്സാണ് ആദ്യം ചെയ്യേണ്ടത്, ഏത് പ്രോസസ്സാണ് അടുത്തത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന പ്രോസസ്സ് ചെയ്താൽ ഇന്ന കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും, അങ്ങനെ ഏത് പ്രോസസ്സ് പാരാമീറ്റേഴ്സ് ഉപയോഗിക്കണം, ഒരു പ്രോസസ്സിൽ തന്നെ ഇപ്പോൾ ഒരു മെഷീനിങ് ചെയ്യുകയാണെങ്കിൽ തന്നെ എത്ര സ്പീഡിൽ കട്ട് ചെയ്യണം, എത്ര ഫീഡ് റേറ്റ് കൊടുക്കണം എന്നീ കാര്യങ്ങൾ, ഏത് കട്ടിങ് ഫ്ലൂയിഡ് യൂസ് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് മെഷീനിങ് കണ്ടീഷൻസ് അല്ലെങ്കിൽ മെഷീനിങ് പ്രോസസ്സസ്, അതുപോലെ പ്രോസസ് പാരാമീറ്റേഴ്സ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കറക്റ്റായിട്ടുള്ളൊരു പ്ലാനിങ്, ഇത് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ശരിക്കും പ്രോസസ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് മുതൽ അത് ഫൈനൽ സ്റ്റേജ് വരെ എത്തുന്നത് വരെയുള്ള കംപ്ലീറ്റ് പ്രോസസ്സിൻ്റെ ഒരു സീക്വൻസ് ആയിട്ടുള്ള സ്റ്റെപ്പ്, അതിനെയാണ് പ്രോസസ് പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ എന്തൊക്കെയാണ് ഈ പ്രോസസ് പ്ലാനിങ്ങിൽ വരുന്ന സ്റ്റെപ്പുകൾ നോക്കാം. അല്ലെങ്കിൽ പ്രോസസ് പ്ലാനിൽ വരുന്ന കംപ്ലീറ്റ് കാര്യങ്ങളെ നമ്മൾ ഒരു ഡിഫറെൻറ്റ് സ്റ്റെപ്പുകളാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിലാദ്യം വരുന്നത് സെലക്ഷൻ ഓഫ് പ്രോസസ് ആൻഡ് ടൂൾ. ഓക്കെ, നമുക്കറിയാം, ഒരു എൻജിനീയറിംഗ് ഡ്രോയിങ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഏത് പ്രോസസ്സാണ് സെലക്ട് ചെയ്യേണ്ടത്, അതുപോലെ ഏത് ടൂളാണ് അതിന് യൂസ് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങൾ വരുന്ന ഒരു സ്റ്റെപ്പ്, സെലക്ഷൻ ഓഫ് പ്രോസസ് ആൻഡ് ടൂൾ. ദെൻ സെലക്ഷൻ ഓഫ് മെഷീൻ ടൂൾ. ഏത് മെഷീൻ ടൂൾ ഉപയോഗിച്ചാൽ ഇത് ഏറ്റവും നീറ്റായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്രയും പെർഫെക്റ്റ് അല്ലെങ്കിൽ എത്രയും ആക്യുറസിയിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ സെലക്ഷൻ ഓഫ് മെഷീൻ ടൂൾസ്. ദെൻ സീക്വൻസിങ് ദി ഓപ്പറേഷൻസ്. അതായത് ഒരു മെഷീനിൽ തന്നെ നമുക്ക് ഒരുപാട്, ചിലപ്പോൾ ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും, ടേണിങ് ചെയ്യേണ്ടി വരും, ഡ്രില്ലിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഒരു സീക്വൻസിങ് ഓഫ് ഓപ്പറേഷൻസ്. ദെൻ ഗ്രൂപ്പിംഗ് ഓഫ് ഓപ്പറേഷൻസ്. ചില ഓപ്പറേഷൻസിനൊക്കെ നമുക്കൊരു ഗ്രൂപ്പാക്കി തിരിക്കേണ്ടി വരും. അതായത് ആദ്യം ഇന്ന പ്രോസസ്സ് ചെയ്യുക, അല്ലെങ്കിൽ സിമിലാരിറ്റി വരുന്ന ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓപ്പറേഷൻസിനെ ഒരു ഗ്രൂപ്പാക്കി മാറ്റുക, പിന്നീട് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസിനെ മറ്റൊരു ഗ്രൂപ്പാക്കി മാറ്റുക. അങ്ങനെ ഗ്രൂപ്പിംഗ് ഓഫ് ഓപ്പറേഷൻസ്, അതിൻ്റെ ചെയ്യാനുള്ള ഈസിനെസ്സിനനുസരിച്ച് അതിനോരോ ഗ്രൂപ്പാക്കി കൺവേർട്ട് ചെയ്യുക എന്നീ കാര്യങ്ങൾ. അതുപോലെ തന്നെ സെലക്ഷൻ ഓഫ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്. എങ്ങനെ നമുക്കൊരു വർക്ക് പീസിന് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റും. ഡിഫറെൻറ്റ് മെഷീൻ ടൂൾസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള വർക്ക് ഹോൾഡിംഗ് ഡിവൈസസിൻ്റെ സെലക്ഷൻ. ദെൻ സെലക്ഷൻ ഓഫ് ഇൻസ്പെക്ഷൻ ടൂൾസ് അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ഇൻസ്ട്രുമെൻറ്റ്സ്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇൻസ്പെക്ഷൻ, അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ട ഒരു അത്യാവശ്യമാണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഇൻസ്പെക്ഷൻ ടൂളാണ് യൂസ് ചെയ്യാൻ പറ്റുക? ഓക്കെ, ചിലത് ഡിസ്ട്രക്റ്റീവ് ടൈപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നോൺ ഡിസ്ട്രക്റ്റീവ് ടൈപ്പ് ഉണ്ടായിരിക്കും. ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ടെസ്റ്റിംഗ്. ഓക്കെ, അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ഇൻസ്പെക്ഷൻ ടൂള്, അതിൻ്റെ സെലക്ഷൻ. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് പ്രൊഡക്ഷൻ ടോളറൻസ്. നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ്, ഒരു ഡ്രോയിങ് കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു സ്പെസിഫൈഡ് ഡയമെൻഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന, അല്ലെങ്കിൽ മെഷീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഈ ഡയമെൻഷൻസിൽ വേരിയേഷൻസ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം നമുക്ക് ഡയമെൻഷൻസിൽ ടോളറൻസ് കൊടുക്കാൻ സാധിക്കും, എത്രത്തോളം പോസിറ്റീവ് ടോളറൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് ടോളറൻസ് കൊടുക്കാൻ സാധിക്കും, അതിൻ്റെ ഡിറ്റർമിനേഷൻ. ദെൻ
ഡിറ്റർമിനേഷൻ ഓഫ് പ്രോപ്പർ കട്ടിംഗ് കണ്ടീഷൻസ്. ഓക്കെ, ഏതൊക്കെ രീതിയിൽ നമുക്ക് കട്ടിംഗ് ഓപ്പറേഷൻ നടത്താൻ പറ്റും, അതിന് പ്രോപ്പറായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്, ഏതൊക്കെ കട്ടിംഗ് ടൂൾസാണ് എടുക്കേണ്ടത്, അതുപോലെ തന്നെ ഏത് ഫീഡ് റേറ്റിലാണ് കൊടുക്കേണ്ടത്, ഏത് കട്ടിംഗ് സ്പീഡാണ് യൂസ് ചെയ്യേണ്ടത്, എത്ര ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കണം എന്നീ കാര്യങ്ങളൊക്കെ സെലക്ട് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്നൊരു ഏരിയയാണ് പ്രോപ്പർ കട്ടിംഗ് കണ്ടീഷൻസ്. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് ദി കട്ടിംഗ് ടൈംസ്. ഓക്കെ, എത്ര ടൈം എടുക്കും ഓരോ ഓപ്പറേഷൻസിനും അതിൻ്റെ കാൽക്കുലേഷൻ. അതായത് ഇപ്പോൾ ടേണിങ് ചെയ്യുകയാണെങ്കിൽ ടേണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും, അടുത്തത് ഡ്രില്ലിംഗ് ആണെങ്കിൽ ഡ്രില്ലിങ്ങിന് വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും എന്നീ കാര്യങ്ങൾ ഓരോ പ്രോസസ്സിനും എടുക്കുന്ന ടൈമിൻ്റെ ടോട്ടൽ കാൽക്കുലേഷൻ. ദ ലാസ്റ്റ് വൺ, എഡിറ്റിംഗ് ദി പ്രോസസ് ഷീറ്റ്. ഇനി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള കംപ്ലീറ്റ് പ്രോസസ്സ് സ്റ്റെപ്പുകൾ, ഇതിലെന്തെങ്കിലും ഒരു തിരുത്തൽ അല്ലെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് വീണ്ടും അതിനെ എഡിറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രോസസ് പ്ലാനിങ്ങിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ദെൻ അടുത്തത് പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാൻ. ആദ്യം എന്താണ് കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ് എന്ന് പറയാം. CAP system aims to integrate design and production data into a system that generate process plans. അപ്പോൾ നമ്മൾ എന്താണ് പ്രോസസ് പ്ലാൻ എന്ന് പറഞ്ഞു. ഇനി കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ് ഷീറ്റ് അല്ലെങ്കിൽ പ്രോസസ് പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റം അതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് CAP എന്ന് പറയും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാൻ. ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോസസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതിനെ നമ്മൾ രണ്ട് അപ്രോച്ചായിട്ട് തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ ആക്കി തിരിച്ചിട്ടുണ്ട്. ദ ടു അപ്രോച്ചസ് യൂസ്ഡ് ടു ജനറേറ്റ് CAP ആർ, ഫസ്റ്റ് വൺ വേരിയന്റ് ഓർ റിട്രീവൽ ടൈപ്പ് CAP സിസ്റ്റം, സെക്കൻഡ് വൺ ജനറേറ്റീവ് CAP സിസ്റ്റം. അപ്പോൾ ഇത് രണ്ടുമാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ്ങിൽ വരുന്ന രണ്ട് അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഈ മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു ഏരിയയാണ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ്. ഓക്കെ, അല്ലെങ്കിൽ അപ്രോച്ചസ്, ദ ടു അപ്രോച്ചസ് ഓഫ് കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വേരിയന്റ് ടൈപ്പാണ്. A variant type process planning system uses the similarity among components to retrieve the existing process plans. Okay, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് തമ്മിലുള്ള സിമിലാരിറ്റീസ് നോക്കിയിട്ടാണ് ഇതിൽ പ്രോസസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡാറ്റാബേസ് അത്യാവശ്യമാണ്. നമുക്കൊരു സിസ്റ്റത്തിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡാറ്റാബേസ്, നമ്മൾ ഓരോ ഇത് ചെയ്യുന്നതിൻ്റെ വേരിയന്റ് ടൈപ്പ് ഇൻട്രൊഡ്യൂസ് ഒരു പ്രൊഡക്ഷൻ ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്രൂപ്പ് ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത്. ഗ്രൂപ്പ് ടെക്നോളജി മീൻസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റിനും ഓരോ സ്പെസിഫൈഡ് കോഡ് കൊടുക്കുക, ഓരോ പേര്, ഓരോ നെയിം, അല്ലെങ്കിൽ ഓരോ പാർട്ട് കോഡ് പ്രിപ്പറേഷൻ, ഓരോ പാർട്ട് കോഡ് ആയിട്ട് അതിന് കൊടുക്കുക. അതുപോലെ തന്നെ പാർട്ട് ഫാമിലി ഉണ്ടാക്കിയെടുക്കുക. പാർട്ട് ഫാമിലി മീൻസ് ഓരോ പ്രോഡക്റ്റിൻ്റെയും സിമിലാരിറ്റി അനുസരിച്ച് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി, ചിലപ്പോൾ അതിൻ്റെ ഷേപ്പുകളിലുള്ള അതിൻ്റെ ജിയോമെട്രിക് സിമിലാരിറ്റീസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഷീൻ ടൂൾസ് തമ്മിലുള്ള സിമിലാരിറ്റീസ് ആയിരിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഓരോ പ്രൊഡക്റ്റിനെയും ഓരോ പാർട്ട് ഫാമിലീസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ദെൻ ഇതിൻ്റെ എല്ലാം ഡാറ്റാബേസ് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ളൊരു പ്രൊഡക്ഷൻ ഷോപ്പിൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഫീൽഡിൽ മാത്രമേ നമുക്ക് CAP അല്ലെങ്കിൽ വേരിയന്റ് ടൈപ്പ് CAP ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ ചെയ്യുന്ന കാര്യങ്ങളൊരു സ്കീമാറ്റിക് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് ചെയ്യുന്നത് യൂസർ എൻ്റർ ദി പാർട്ട് കോഡ് നമ്പർ. നമ്മളൊരു പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്, ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ പ്രൊഡക്റ്റിനൊരു പാർട്ട് കോഡ് കൊടുത്തു. ആ പാർട്ട് കോഡ് നമ്മൾ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം ചെയ്യുന്നത് പാർട്ട് ഫാമിലി സെർച്ചിങ് ആണ്. അതായത് നമ്മൾ ഈ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ള പാർട്ട് കോഡ്
ഏതെങ്കിലും സിസ്റ്റത്തിലുള്ള ഡാറ്റാബേസിൽ ഒരുപാട് പാർട്ട് ഫാമിലീസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഈ പാർട്ട് കോഡ് ഈ ഏതെങ്കിലും ഒരു പാർട്ട് ഫാമിലിയിലുള്ള പ്രൊഡക്റ്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. അതിലേതെങ്കിലും ഈ പ്രൊഡക്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ കോഡുമായിട്ട് മാച്ചിങ് ആണോ എന്ന് സെർച്ച് ചെയ്യും. അത് സെർച്ച് ചെയ്യുന്ന ഫയൽ എന്ന് പറയുന്നത് പാർട്ട് ഫാമിലി മെട്രിക്സ് ഫയലിലാണ്. ഓക്കെ, പാർട്ട് ഫാമിലി മെട്രിക്സ് ഫയലിലാണ് ഈ കംപ്ലീറ്റ് ഡാറ്റാബേസ് ഉള്ളത്. ആ ഫയലിൽ പോയിട്ട് സിസ്റ്റം കംപ്ലീറ്റ് ചെക്ക് ചെയ്യും. ദെൻ നമുക്ക് ആവശ്യമുള്ള ഈ പാർട്ട് കോഡുമായിട്ട് സിമിലാരിറ്റി ഉള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതവിടെ കാണിച്ചു തരും. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് മെഷീൻ റൂട്ടിംഗ് റിട്രീവ്. സ്റ്റാൻഡേർഡ് മെഷീൻ റൂട്ടിംഗ് റിട്രീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ വരുന്ന മെഷീൻ ഏതൊക്കെ സ്റ്റാൻഡേർഡ് മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ് ആ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡാറ്റ നമ്മൾ അവിടെ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മെഷീൻസാണ് യൂസ് ചെയ്തത് എന്നുള്ളൊരു ഡാറ്റ അതിലുണ്ടായിരിക്കും. ആ ഡാറ്റ എടുക്കുന്നത് മെഷീൻ റൂട്ടിംഗ് ഫയലിൽ നിന്നാണ്. അപ്പോൾ മെഷീൻ റൂട്ടിംഗ് ഫയലിൽ കംപ്ലീറ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഈ നമുക്ക് കിട്ടിയിട്ടുള്ള പാർട്ട് കോഡുള്ള പാർട്ടിന് പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് സ്റ്റാൻഡേർഡ് മെഷീൻ റൂട്ടിംഗ് ഫയൽസ് അതിൽ നിന്ന് കിട്ടും. ദെൻ മെഷീൻസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ റിട്രീവ് ആണ്. അതായത് ഈ മെഷീൻസിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്തു, ഈ ഒരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പ്രോസസ്സുകളാണ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ആണ് യൂസ് ചെയ്തത്. ചിലപ്പോൾ അത് ഡ്രില്ലിംഗ് ആയിരിക്കാം, ടേണിംഗ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഗ്രൈൻഡിങ് ആയിരിക്കാം. ഇങ്ങനെയുള്ള പ്രോസസ്സുകളുടെ റിട്രീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സെർച്ച് ചെയ്യുന്നത് ഓപ്പറേഷൻ സീക്വൻസ് ഫയലിൽ നിന്നാണ്. അപ്പോൾ ഓപ്പറേഷൻ സീക്വൻസ് ഫയലിൽ കംപ്ലീറ്റ് സെർച്ചിങ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ പ്രൊഡക്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മളതൊരു പ്രോസസ് പ്ലാൻ ഫോർമാറ്ററിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ കംപ്ലീറ്റ് ഡാറ്റയും പ്രോസസ് പ്ലാൻ ഫോർമാറ്ററിലേക്ക് കൊടുക്കുക. ദെൻ അതർ അപ്ലിക്കേഷൻസ് പ്രോഗ്രാംസിൻ്റെ ഹെൽപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത പാർട്ടിൻ്റെ ഒരു കംപ്ലീറ്റ് പ്രോസസ് പ്ലാൻ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരും. ഓക്കെ, ഇതാണ് വേരിയൻ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഗ്രൂപ്പ് ടെക്നോളജി ആദ്യം ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കണം. അതായത് പാർട്ട് ഫാമിലി ഉണ്ടായിരിക്കണം. ഡിഫറെൻറ്റ് പാർട്ട് ഫാമിലി നമ്മൾ ഓരോ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനോരോ പാർട്ട് കോഡ് കൊടുക്കണം. അത് നമ്മുടെ ഡാറ്റാബേസിലേക്ക് എൻ്റർ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വേരിയൻ്റ് ടൈപ്പ് ക്യാപ് സിസ്റ്റം യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിലൊന്നുകൂടി പറയാം. യൂസർ എൻ്റർ ദി പാർട്ട് കോഡ് നമ്പർ. യൂസർ ആദ്യം പാർട്ട് കോഡ് എൻ്റർ ചെയ്യുക. ദെൻ അത് പാർട്ട് ഫാമിലി സെർച്ച് ചെയ്യും. പാർട്ട് ഫാമിലി മെട്രിക്സ് ഫയലിൽ നിന്ന് പാർട്ട് ഫാമിലി ഏതാണോ അത് കണ്ടുപിടിക്കും. അതിനുശേഷം സ്റ്റാൻഡേർഡ് മെഷീൻ റൂട്ടിംഗ് ഫയൽസ് കണ്ടുപിടിക്കും. അത് മെഷീൻ റൂട്ടിംഗ് ഫയലിൽ നിന്നാണ് റിട്രീവ് ചെയ്തെടുക്കുന്നത്. ഏതൊക്കെ മെഷീൻസ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ റിട്രീവ് ആണ്. ഓപ്പറേഷൻ സീക്വൻസ് ഫയലിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് അതിൽ യൂസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. ദെൻ ഈ 3 കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമ്മളത് നെക്സ്റ്റ് അടുത്ത പ്രോസസ് പ്ലാൻ ഫോർമാറ്ററിലേക്ക് കൊടുക്കും. അവിടെ അത് അനലൈസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് പ്ലാൻ ഷീറ്റ് നമുക്ക് റെഡിയാക്കി തരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഓട്ടോമേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോസസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് വേരിയൻ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഇതുപോലെ യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് ജനറേറ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത്. ജനറേറ്റീവ് ടൈപ്പിൽ വേരിയൻ്റ് മെത്തേഡിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ജനറേറ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമേറ്റഡ് ആണ്. ഓക്കെ, ഫുൾ പ്രോസസ് പ്ലാനിങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ആണ്. ഇതിൽ നമ്മളൊരു പുതിയ പാർട്ട് പ്രിപ്പയർ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണമെങ്കിൽ സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് യൂസറിൻ്റെ അടുത്ത് ചോദിക്കുകയും നമ്മൾ അതിനനുസരിച്ചുള്ള ആൻസേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ടൊരു പ്രോസസ് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരികയും ചെയ്യും. അപ്പോൾ അതിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഈ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഫസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ
ദ പ്രൊഡക്റ്റ് ഈസ് ന്യൂ ഓർ ഓൾഡ്. ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പുതിയ പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പഴയ പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്നാണ് സിസ്റ്റം ആദ്യമായിട്ട് നമ്മളെടുത്ത് ചോദിക്കുന്നത്. അതിന് നമ്മൾ യെസ് ഓർ നോ, അല്ലെങ്കിൽ ന്യൂ ആണെങ്കിൽ ന്യൂ, അതല്ലെങ്കിൽ ഓൾഡ് ആണെങ്കിൽ ഓൾഡ് എന്ന ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ന്യൂ പ്രൊഡക്റ്റാണ് കൊടുക്കുന്നതെങ്കിൽ അത് നേരിട്ട് ചെല്ലുന്നത്, ആ ഇൻഫർമേഷൻ നേരിട്ട് ചെല്ലുന്നത് കമ്പോണൻറ്റ് റെപ്രസെൻറ്റേഷൻ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ്. അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് കോഡ് ജനറേഷൻ, പാർട്ട് ജിയോമെട്രി ക്രിയേഷൻ, ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ് ആട്രിബ്യൂട്ട്സ്. ഓക്കെ, നമ്മുടെ ന്യൂ പ്രോഡക്റ്റിൻ്റെ കോഡ് ജനറേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ പാർട്ട് ജിയോമെട്രി ക്രിയേഷൻ, ഏതൊക്കെ പാർട്ടുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഡിസൈനിങ് പാരാമീറ്റേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അതിൻ്റെ ഡാറ്റാസ് എടുക്കുന്നത് ജിയോമെട്രി മൊഡ്യൂളിൽ നിന്നാണ് അതിൻ്റെ ഡാറ്റാസ് എടുക്കുന്നത്. ഇനി അതല്ല നമ്മുടെ ആൻസർ ഓൾഡ് എന്നാണെങ്കിൽ, നമുക്ക് ഓൾഡ് പ്രോഡക്റ്റ് തന്നെയാണ് വേണ്ടതെങ്കിൽ ദെൻ വീണ്ടും നമ്മളെടുത്ത് തൊട്ടടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, കോപ്പി എക്സിസ്റ്റിംഗ് പാർട്ട് ജിയോമെട്രി ഫയൽ ടു ജിയോമെട്രി ഫയൽ. അതായത് നമ്മൾ ഓൾറെഡി ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയൽസ് കോപ്പി ചെയ്താൽ മതിയോ, അതല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഓൾഡ് എന്ന് കൊടുത്തു. ഓൾഡ് മീൻസ് നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി ഉള്ളൊരു പ്രൊഡക്റ്റ് ആണ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതിൻ്റെ ഫയൽസ് ഓൾറെഡി അവിടെ എക്സിസ്റ്റിംഗ് ആയിരിക്കും. ദെൻ ആ ഫയൽസ് മാത്രം എടുത്താൽ മതിയോ, അതല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, എഡിറ്റിംഗ് വരുത്തണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എഡിറ്റ് യെസ് ഓർ നോ. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എഡിറ്റ് ചെയ്യണമെങ്കിൽ യെസ് എന്ന് കൊടുക്കാം, അതല്ല എഡിറ്റ് ചെയ്യേണ്ട പഴയ എക്സിസ്റ്റിംഗ് ഫയൽ തന്നെ മതിയെങ്കിൽ നോ എന്ന് കൊടുക്കാം. ദെൻ യെസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് നേരെ എഡിറ്റിംഗ് മൊഡ്യൂളിലേക്ക് പോകും. എഡിറ്റിംഗ് മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള എഡിറ്റിംഗ് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, പഴയ പാർട്ടിൽ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ, എഡിറ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് മൊഡ്യൂളിൽ പോയിട്ട് അത് ചെയ്യാൻ സാധിക്കും. നോ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ പിന്നെ അതിൽ എഡിറ്റിംഗ് ഒന്നും നടക്കില്ല. അപ്പോൾ ദെൻ ഇത് രണ്ടും കൂടി, ഓൾഡ് ആണെങ്കിലും ന്യൂ ആണെങ്കിലും ഇത് രണ്ടും കൂടി നമ്മൾ ചേരുന്നത്, അതായത് ന്യൂ ആണെങ്കിൽ അതിൻ്റെ കമ്പോണൻറ്റ് റെപ്രസെൻറ്റേഷൻ മൊഡ്യൂളിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ വരുന്നത് ഓപ്പറേഷൻ എക്സ്ട്രാക്ഷൻ സീക്വൻസിങ് മൊഡ്യൂളിലേക്കാണ്. അതുപോലെ തന്നെ പഴയ എക്സിസ്റ്റിംഗ് ഫയൽ തന്നെ എടുത്തിട്ട് വരികയാണെങ്കിലും അത് നേരെ ചെല്ലുന്നത് ഓപ്പറേഷൻ എക്സ്ട്രാക്ഷൻ സീക്വൻസിങ് മൊഡ്യൂളിലേക്കാണ്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അടുത്തത് എടുക്കുന്നത് ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഓപ്പറേഷൻ എക്സ്ട്രാക്ഷൻ സീക്വൻസിങ് മൊഡ്യൂൾ നമ്മൾ അതിൽ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഓപ്പറേഷൻസും അത് നോക്കും. അതിൽ ഓപ്പറേഷൻ സെലക്ഷൻ വരുന്നുണ്ട്, ഇൻ്റർമീഡിയറ്റ് പ്രോസസ് ഡയമെൻഷൻസ് കമ്പ്യൂട്ടേഷൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓപ്പറേഷൻ സീക്വൻസിങ്, ഏത് പ്രോസസ്സാണ് ആദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഓപ്പറേഷനാണ് ആദ്യം ചെയ്യുന്നത്, അടുത്തത് ഏതാണ്, അങ്ങനെ അതിൻ്റെ ഒരു സീക്വൻസിങ്, അതെല്ലാം ചെയ്യുന്നത് ഈ ഓപ്പറേഷൻ എക്സ്ട്രാക്ഷൻ സീക്വൻസിങ് മൊഡ്യൂളിൽ വെച്ചിട്ടാണ്. ദെൻ ഓപ്പറേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ മെഷീൻ ടൂൾ സെലക്ഷൻ, അതുപോലെ തന്നെ മെഷീൻ ടൂൾ സെലക്ഷൻ മൊഡ്യൂൾ. ഓപ്പറേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ചെയ്യുന്നത് അടുത്തത് ഏത് മെഷീനാണ് അല്ലെങ്കിൽ ഏത് മെഷീൻ ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ വരുന്നത് ഒന്ന് മെഷീൻ സെലക്ഷൻ, പ്രോസസ് സെലക്ഷൻ, ദെൻ ടൂൾ സെലക്ഷൻ. അതെടുക്കുന്ന ഡാറ്റ എടുക്കുന്നത് മെഷീൻ മെറ്റീരിയൽ ടൂൾ മെഷീനബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷനിൽ നിന്നാണ്. അതിൻ്റെ കംപ്ലീറ്റ് ഡാറ്റ അവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. അതിനകത്ത് നമുക്ക് മെഷീൻ സെലക്ട് ചെയ്യാൻ പറ്റും, അതിൽ വരുന്ന പ്രോസസ്സുകൾ സെലക്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഏത് ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുക എന്നീ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ദെൻ മെഷീൻ ടൂൾ സെലക്ഷൻ കഴിഞ്ഞാൽ അടുത്തത് സ്റ്റാൻഡേർഡ് ടൈം ആൻഡ് കോസ്റ്റ് കമ്പ്യൂട്ടേഷൻ മൊഡ്യൂൾ. ഈ ഒരു മെഷീൻ ടൂളിൽ നമ്മൾ ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്നതിന്, ഈ കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്യുന്നതിന് ടോട്ടൽ എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ എത്ര കോസ്റ്റ് വരും ഓരോ പ്രോസസ്സ് ചെയ്യുമ്പോഴും, അതിൻ്റെ മാക്സിമം കോസ്റ്റ് കാൽക്കുലേഷൻ എന്നീ കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുമ്പോൾ അതിൽ മെഷീനിങ് ടൈമും വരും, അതുപോലെ തന്നെ ഐഡിൽ ടൈമും വരും. അതായത് ഐഡിൽ ടൈം എന്ന് പറയുമ്പോൾ മെഷീൻ വർക്ക് ചെയ്യാതിരിക്കുന്ന സമയം. നമ്മളൊരു വർക്ക് പീസ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മളത് ഫിക്സ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും ഒരു ഐഡിൽ ടൈമാണ്. ഓക്കെ, അതുപോലെ തന്നെ മെഷീൻ ചെയ്യുന്നത് മെഷീനിങ് ടൈം. അപ്പോൾ ഈ രണ്ട് ടൈമും ചേർന്നതാണ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്.
അതാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എടുക്കുന്ന ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോസ്റ്റ് കാൽക്കുലേഷൻ. അപ്പോൾ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട്, അത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സിന് എത്ര കോസ്റ്റ് വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്ന മൊഡ്യൂളാണ് സ്റ്റാൻഡേർഡ് ടൈം ആൻഡ് കോസ്റ്റ് കമ്പ്യൂട്ടേഷൻ മൊഡ്യൂൾ. അത് സ്റ്റാൻഡേർഡ് ടൈം ലൈബ്രറിയിൽ നിന്നാണ് എടുക്കുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ റിപ്പോർട്ട് ജനറേഷൻ മൊഡ്യൂൾ. ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ ഇൻഫർമേഷൻസ് എല്ലാതും പാസ് ചെയ്ത് കൊടുക്കുന്നത് റിപ്പോർട്ട് ജനറേഷൻ മൊഡ്യൂളിലേക്കാണ്. അവിടെ നടക്കുന്നത് എഡിറ്റിംഗ്, മോഡിഫിക്കേഷൻ ആൻഡ് പ്രിൻറ്റിങ്. ഓക്കെ, നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും എഡിറ്റ് വരുത്താനുണ്ടെങ്കിൽ അത് ചെയ്യും, മോഡിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതും ചെയ്യും. ദെൻ കംപ്ലീറ്റ് പ്രോസസ് പ്ലാനിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രിൻറ്റിങ്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോസസ് ഷീറ്റ് നമ്മുടെ കയ്യിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളടുത്ത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളടുത്ത് ചോദിക്കുള്ളൂ. നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതാണ് ജനറേറ്റീവ് ടൈപ്പ് ക്യാപ്പിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വേരിയൻ്റ് ടൈപ്പിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ഈ ഒരു മെത്തേഡ്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി പറയാം, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഫസ്റ്റ് അപ്ലിക്കേഷൻ ജനറേറ്റീവ് ക്യാപ് സിസ്റ്റം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രൊഡക്റ്റ് ഈസ് ന്യൂ ഓർ ഓൾഡ്, പഴയതാണോ പുതിയതാണോ എന്ന് ചോദിക്കും. പുതിയതാണ് കൊടുക്കുന്നതെങ്കിൽ കമ്പോണൻ്റ് റെപ്രസെൻറ്റേഷൻ മൊഡ്യൂളിലേക്ക് പോകും. അവിടെ നിന്ന് അതിൻ്റെ പാർട്ട് മോഡൽ പ്രിപ്പറേഷനും കാര്യങ്ങളും ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. അതല്ല ഓൾഡ് ആണെങ്കിൽ, പഴയ പ്രോഡക്റ്റ് തന്നെയാണെങ്കിൽ വീണ്ടും അടുത്തൊരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിക്കും. കോപ്പി എക്സിസ്റ്റിംഗ് പാർട്ട്, പഴയ ഫയൽ തന്നെ എടുത്താൽ മതിയോ അതല്ലെങ്കിൽ പുതിയ എഡിറ്റിംഗ് എന്തെങ്കിലും നടത്തണോ എന്നുള്ള കാര്യങ്ങൾ. അതിന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. നമ്മൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അതല്ല എഡിറ്റിംഗ് ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് നോ എന്ന് കൊടുക്കാം. യെസ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ എഡിറ്റിംഗ് മൊഡ്യൂളിലേക്ക് പോകും. ദെൻ അവിടെ നിന്ന് എഡിറ്റിംഗ് കാര്യങ്ങളും ചെയ്തതിന് ശേഷം നേരെ വരുന്നത് ഓപ്പറേഷൻ, എക്സ്ട്രാക്ഷൻ, സീക്വൻസിങ് മൊഡ്യൂളിൽ നമുക്ക് ആവശ്യമുള്ള ഓപ്പറേഷനും കാര്യങ്ങളും സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ നേരെ മെഷീൻ ടൂൾ സെലക്ഷനാണ്. ആവശ്യമുള്ള മെഷീൻസും കാര്യങ്ങളും സെലക്ട് ചെയ്യും. ദെൻ വീണ്ടും അടുത്ത് സ്റ്റാൻഡേർഡ് ടൈം ആൻഡ് കോസ്റ്റ് കമ്പ്യൂട്ടേഷൻ. എത്രത്തോളം ടൈമാണ് ഒരു മെഷീനിങ് പ്രോസസ്സിന് എടുക്കുന്നത്, അതിൻ്റെ കോസ്റ്റ് എത്രയാണ് എന്നീ കാര്യങ്ങൾ അവിടെ പ്രിപ്പയർ ചെയ്യും. ഇത്രയും ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം നേരെ റിപ്പോർട്ട് ജനറേഷൻ മൊഡ്യൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അവിടെ അതിൻ്റെ എഡിറ്റിങ്ങും മോഡിഫിക്കേഷനും പ്രിൻറ്റിങ്ങും കാര്യങ്ങളും നടക്കും. ഫൈനലി നമ്മുടെ പ്രോസസ് ഷീറ്റ് നമ്മുടെ കയ്യിലേക്ക് തരും. ഓക്കെ, ഇതാണ് ജനറേറ്റീവ് ടൈപ്പ് പ്രോസസ് പ്ലാനിങ്ങിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, വേരിയൻ്റ് ടൈപ്പും അതുപോലെ തന്നെ ജനറേറ്റീവ് ടൈപ്പും. ദെൻ നെക്സ്റ്റ് വൺ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് സൈക്കിൾ. ഓക്കെ, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എ ന്യൂ പ്രോഡക്റ്റ് പ്രോഗ്രസ്സസ് ത്രൂ എ സീക്വൻസ് ഓഫ് സ്റ്റേജസ് ഫ്രം ഇൻട്രൊഡക്ഷൻ ടു growth, maturity and decline. This sequence is known as the product life cycle and is associated with the changes in marketing situations, thus impacting the marketing strategy and the marketing mix. Product development cycle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഏതൊരു പ്രൊഡക്റ്റും മാനുഫാക്ചർ ചെയ്ത് അതിൻ്റെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു സ്റ്റേജ് ഉണ്ടായിരിക്കും. ഓക്കെ, മാർക്കറ്റിൽ അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മളത് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരുപാട് സ്റ്റേജസ് വഴി കടന്നു പോയിട്ട് അവസാനം അത് മാർക്കറ്റിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. ഈ കംപ്ലീറ്റ് സ്റ്റേജസിനെ നമ്മൾ ഒരുമിച്ച് അല്ലെങ്കിൽ ആ സ്റ്റേജസിനെ പറയുന്ന പേരാണ് ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ജീവിച്ചത് മരിക്കുന്നത് വരെയുള്ള അതിൻ്റെ ലൈഫ്, അതാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ? നമ്മളിപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു മൊബൈലാണെങ്കിലും അതല്ലെങ്കിൽ ഒരു സിസ്റ്റം കമ്പ്യൂട്ടർ ആണെങ്കിലും എന്തായാലും നമ്മളത് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ പല സ്റ്റേജിലൂടെ കടന്നു പോയിട്ട്, അതായത് ഇവിടെ പറയുന്നുണ്ട് സ്റ്റേജസ് ഫ്രം ഇൻട്രൊഡക്ഷൻ
ഗ്രോത്ത്, മെച്യൂരിറ്റി ആൻഡ് ഡിക്ലൈൻ, ഇത്രയും സ്റ്റേജുകളിലൂടെ അത് കടന്നു പോയിട്ട് ഫൈനലി അത് മാർക്കറ്റിൽ നിന്ന് റിമൂവ് ആവുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. ഇത്രയും സ്റ്റേജസിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. അപ്പോൾ അതൊരു ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാണ് ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഗ്രാഫായി റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ വൈ ആക്സിസിൽ കൊടുത്തിട്ടുള്ളത് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, 2 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. സെയിലിൻ്റെ ഒരു ലൈനും അതുപോലെ തന്നെ സെയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ലൈനും പ്രോഫിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ലൈനും. ദെൻ എക്സ് ആക്സിസിൽ ടൈമാണ്. ദെൻ ഈ ഗ്രാഫിനെ നമ്മൾ ഓരോ സെക്ഷനാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ സ്റ്റേജസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഗ്രോത്ത് സ്റ്റേജ്, മെച്യൂരിറ്റി സ്റ്റേജ്, ഡിക്ലൈൻ സ്റ്റേജ്, ദെൻ അബൻമെൻറ്റ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ അതിൻ്റെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്. മാർക്കറ്റിൽ എത്രത്തോളം അതിന് നീഡ് ഉണ്ട്, അതിന് ഡിമാൻഡ് ഉണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. എന്നിട്ടാണ് അത് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളൊരു ബെസ്റ്റ് എക്സാമ്പിൾ, നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ളൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മൊബൈലിൻ്റെ കാര്യം തന്നെ എടുക്കാം. മൊബൈൽ ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഒരുപാട് ബ്രാൻഡഡ് മൊബൈൽസ് ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണിത്. ഒരുപാട് കമ്പനികൾ പരസ്പരം കോമ്പറ്റീഷനിലാണ് ഈ അവരുടെ പ്രൊഡക്റ്റിൻ്റെ പുതിയ മാർക്കറ്റിങ്ങിനനുസരിച്ച്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുക്കുക, ഏതെങ്കിലും ഒരു മൊബൈൽ ബ്രാൻഡ് കമ്പനി എടുക്കാം. അപ്പോൾ അവർ മാർക്കറ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് അവരുടേതായ കുറേ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു മൊബൈൽ അവർ മാനുഫാക്ചർ ചെയ്തു. ദെൻ അതവർ അവരുടെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെയില് 0-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് നെഗറ്റീവ് വാല്യൂവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സെയില് 0 ആയിരിക്കും. പക്ഷേ നമ്മൾ ഓൾറെഡി അതിൽ ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ അതൊന്നും നമുക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ സെയില് 0 ആയിരിക്കും, അതുകൊണ്ട് പ്രോഫിറ്റ് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് പ്രോഫിറ്റ് വരുന്നത്. ദെൻ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ അവർ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും മാർക്കറ്റിലേക്ക് പബ്ലിഷ് ചെയ്യും. ഓൺലൈനായിട്ടും അല്ലാതെയും ഒരുപാട് അഡ്വർടൈസ്മെൻ്റ് അവർ ഇറക്കും. അത് കണ്ടിട്ട് അതിൻ്റെ പബ്ലിസിറ്റിക്ക് അനുസരിച്ച് ഈ പ്രൊഡക്റ്റിൻ്റെ സെയില് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ അപ്പോൾ അതിൻ്റെ സെയില് ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യും. ദെൻ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൻ്റെ ഒരു അവസാന സെക്ഷൻ എത്തുമ്പോഴേക്ക്, ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൻ്റെ ലാസ്റ്റ് എത്തുമ്പോഴേക്കാണ് നമുക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, ഏകദേശം ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൻ്റെ ലാസ്റ്റ് എത്തുമ്പോഴേക്കാണ് പ്രോഫിറ്റ്, നമുക്ക് ലാഭം കിട്ടാൻ തുടങ്ങുള്ളൂ. ഓക്കെ, അപ്പോഴാണ് അത് പോസിറ്റീവ് വാല്യൂവിലേക്ക് എത്തുന്നുള്ളൂ. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ഗ്രോത്ത് സ്റ്റേജാണ്. ഗ്രോത്ത് സ്റ്റേജിൽ നമുക്കറിയാം പ്രൊഡക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയും, അതിൻ്റെ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് അറിയും. നല്ല റിപ്പോർട്ടുകൾ വരും പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കും. സെയില് ഗ്രാജ്വലായിട്ട് നല്ലൊരു ഹൈക്ക് ഉണ്ടായിരിക്കും. സെയിലിൽ പെട്ടെന്ന് തന്നെ സെയില് മുകളിലേക്ക് പോകാനുള്ളൊരു ചാൻസ് വരും. അപ്പോൾ സെയിൽ കൂടുന്നതിനനുസരിച്ച് ഗ്രാജ്വലി നമ്മുടെ പ്രോഫിറ്റും കൂടാൻ തുടങ്ങും. ദെൻ ഗ്രോത്ത് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മെച്യൂരിറ്റി സ്റ്റേജാണ്. മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ ആൾക്കാരും ഈ പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കും, അവരത് പർച്ചേസ് ചെയ്യും. പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് സെയിൽ ഉണ്ടായിരിക്കില്ല. സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അതിലൊരു ഗ്രാജ്വലായിട്ടുള്ള ഹൈക്ക് ഉണ്ടായിരിക്കില്ല. ഓക്കെ,
ഗ്രാജ്വലി സെയിൽ കുറയാണ് ചെയ്യുക. മെച്യൂരിറ്റി സ്റ്റേജിൽ അവസാനം എത്തുമ്പോഴേക്കും ഒരു മാക്സിമം സെയിലെത്തും. ഓക്കെ, മാക്സിമം സെയിൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആൾക്കാരും ഏകദേശം അത് ഒരു 90-95% ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ ആയിരിക്കും അതിൻ്റെ മാക്സിമം സെയിൽ എന്ന് പറയുന്നത്. അവിടെ തന്നെയാണ് അതിൻ്റെ മാക്സിമം പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത്. ദെൻ മെച്യൂരിറ്റി സ്റ്റേജ് കഴിഞ്ഞാൽ ദെൻ അടുത്തത് എന്ന് പറയുന്നത് ഡിക്ലൈൻ സ്റ്റേജ് ആണ്. ഡിക്ലൈൻ സ്റ്റേജിൽ ഗ്രാജ്വലി സെയിൽ കുറയാണ്, താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസോട് കൂടിയിട്ടുള്ള മറ്റു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ സ്പെസിഫിക്കേഷൻസ് ഉള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഗ്രാജ്വലി ഇതിൻ്റെ സെയിൽ കുറയാനുള്ളൊരു ചാൻസ് ആണ് ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ അതിന് കൂടുതൽ വീണ്ടും സെയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ സ്പെക്കിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ട് വീണ്ടും അത് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും. എങ്കിലും അതിൻ്റെ സെയിൽ താഴേക്ക് തന്നെയാണ് വരുന്നത്. ഗ്രാജ്വലി പ്രോഫിറ്റും താഴേക്ക് തന്നെ വരും. ദെൻ ഒരു പരിധി കഴിഞ്ഞാൽ ഡിക്ലൈൻ സ്റ്റേജിൻ്റെ അവസാനം എത്തുമ്പോഴേക്ക് നമുക്കത് മാർക്കറ്റിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഓക്കെ, പിന്നെ അതിന് സെയിൽ നടക്കുകയില്ല. കാരണം ഒരുപാട് ഫോണുകൾ അല്ലെങ്കിൽ ഒരുപാട് സെൽഫോണുകൾ പുതിയ സ്പെസിഫിക്കേഷൻസോട് കൂടിയിട്ട് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ പഴയ സ്പെസിഫിക്കേഷൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റിന് പിന്നെ അധികം സെയിൽ വരാതെ ഇരിക്കുകയും അത് മാർക്കറ്റിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് വെച്ചിട്ട് തന്നെ വേണം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓരോ സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഈ ഗ്രാഫ് വരയ്ക്കാൻ നിർബന്ധമായിട്ട് പഠിക്കണം. ഈ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബെസ്റ്റ് എക്സാമ്പിൾ, അതിപ്പോൾ സെൽഫോൺ തന്നെ ആവണമെന്നുള്ള വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, എല്ലാ പ്രൊഡക്റ്റും ഇതേ ഒരു ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഓരോ സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഏത് എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അപ്പോൾ ഈ ഗ്രാഫ് തീർച്ചയായിട്ടും വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയാനുള്ളത് സീക്വൻഷ്യൽ എഞ്ചിനീയറിങ്ങും അതുപോലെ തന്നെ കൺകറന്റ് എഞ്ചിനീയറിങ് എന്താണെന്ന്. സീക്വൻഷ്യൽ ഇപ്പോഴത്തെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ് സീക്വൻഷ്യൽ എഞ്ചിനീയറിങ്ങും അതുപോലെ തന്നെ കൺകറന്റ് എഞ്ചിനീയറിങ്ങും. അപ്പം ആദ്യം എന്താണ് സീക്വൻഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയാം. അതിൻ്റെ ഒരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സീക്വൻഷ്യൽ എഞ്ചിനീയറിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ മെത്തേഡ് വേർ എ പ്രോജക്റ്റ് ഈസ് കംപ്ലീറ്റഡ് ഇൻ എ ലീനിയർ ഫോർമാറ്റ്. ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് പ്രോസസ്സുകളും അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ മാനുഫാക്ചറിങ്, അതിൻ്റെ അസംബ്ലി, ഇൻസ്പെക്ഷൻ എന്നീ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ലീനിയർ ഫോർമാറ്റിലായിരിക്കും നടന്നു പോകുന്നത് ഓരോ പ്രോസസ്സുകളും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈനിങ് കഴിഞ്ഞാൽ നേരെ അടുത്തത് എന്ന് പറയുന്നത് അതിൻ്റെ മാനുഫാക്ചറിങ് ആണ്. മാനുഫാക്ചറിങ് കഴിഞ്ഞാൽ അസംബ്ലി കഴിഞ്ഞാൽ ഇൻസ്പെക്ഷൻ, ഇതെല്ലാം കഴിഞ്ഞാലാണ് അതൊരു ഫൈനൽ പ്രൊഡക്റ്റായിട്ട് മാറുന്നത്. ഓക്കെ, ദെൻ സീക്വൻഷ്യൽ എഞ്ചിനീയറിംഗ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിലും ഇൻഡിവിജ്വൽ കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ടാണ് സീക്വൻഷ്യൽ എഞ്ചിനീയറിംഗിൽ കാര്യങ്ങൾ നടക്കുന്നത്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ പ്രോസസ്സ് നടക്കുകയുള്ളൂ. Once the first step is complete, the engineering team will then move on to the second step of the project. Sequential engineering is sometimes referred to as throw it over the wall. Okay, അതായത് ആദ്യം ഒരു സ്റ്റെപ്പ്, ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ ദെൻ തൊട്ടടുത്ത സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, ദെൻ ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുക, ദെൻ അടുത്ത സ്റ്റെപ്പ്, അങ്ങനെയാണ് അവരൊരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് സീക്വൻഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം അതിൻ്റെ ഡിസൈനിങ് കംപ്ലീറ്റ് ആക്കും, അതിനുശേഷം അത് മാനുഫാക്ചറിങ്
എക്സ്പേർട്സിന് കൊടുക്കും. ഓക്കെ, മാനുഫാക്ചറിങ് സെക്ഷനിലേക്ക് കൊടുക്കും. അപ്പോൾ ഇതിലൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇതൊരിക്കലും നമുക്ക് ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ഷനിൽ എന്ത് പ്രൊഡക്റ്റാണ് അവർ ഡിസൈൻ ചെയ്തതെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് അസംബ്ലി ലൈനിലേക്ക് കൊടുക്കുമ്പോൾ അസംബ്ലി ലൈനിൽ നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന എൻജിനീയേഴ്സിന് എന്താണ് മാനുഫാക്ചർ ചെയ്തതെന്ന് അതുവരെ അറിയില്ലായിരിക്കും. അവർക്കത് കിട്ടുമ്പോൾ മാത്രമേ അവരറിയുള്ളൂ എന്താണ് മാനുഫാക്ചർ ചെയ്തതെന്ന്. അപ്പോൾ ഓരോ സെക്ഷനുമായിട്ടും ഒരു ബന്ധവുമില്ലാതെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് സീക്വൻഷ്യൽ എഞ്ചിനീയറിംഗ്. ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ, അവിടുത്തെ പ്രോസസ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്കൊരു കോർഡിനേഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഡിസൈനിങ്ങിൽ നിൽക്കുന്ന ആൾക്ക് അസംബ്ലി ലൈനിൽ നിൽക്കുന്ന ആളുകളുമായിട്ടൊരു കോണ്ടാക്റ്റും ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ അസംബ്ലി ലൈനിൽ നിൽക്കുന്ന ആൾക്ക് മാനുഫാക്ചറിങ് സെക്ഷനിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ എന്താണ് ശരിക്കും ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് പരസ്പരം അവർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, ഇതാണ് സീക്വൻഷ്യൽ എഞ്ചിനീയറിംഗിൽ വരുന്ന ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഗ്രാഫ് പോലെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സീക്വൻഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ അതിലൊരു ഇൻഫർമേഷൻ ഫ്ലോ എന്ന് പറയുന്നത് ലീനിയർ ആയിട്ടാണ്. റിക്വയർമെൻറ്റ് ഡെഫിനിഷൻ, അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഡെഫിനിഷൻ, ദെൻ പ്രോസസ് ഡെഫിനിഷൻ എന്നീ കാര്യങ്ങൾ. ആദ്യം റിക്വയർമെൻറ്റ്, എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്നുള്ള കാര്യങ്ങൾ, ആ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്താൽ തൊട്ടടുത്ത പ്രോസസ്സ് പ്രോഡക്റ്റ് ഡെഫിനിഷൻ. ഓക്കെ, പ്രോഡക്റ്റ് ഏത് തരം പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോസസ്സുകളാണ്, അങ്ങനെ ഓരോ പ്രോസസ്സ് കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രോസസ്സ്. അങ്ങനെയാണ് സീക്വൻഷ്യൽ എഞ്ചിനീയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, സീക്വൻഷ്യൽ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് ടെക്നിക്കാണ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് മെത്തേഡാണ്. ഇതിനെ അഡ്വാൻസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഡ്രോബാക്സിനെ മറികടന്നുകൊണ്ട് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൺകറന്റ് എഞ്ചിനീയറിംഗ്. കൺകറന്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും ഒരു കോർഡിനേഷൻ ചെയ്തിട്ടാണ് അവർ ഏതൊരു എഞ്ചിനീയറിംഗ് പ്രോജക്റ്റും ചെയ്യുന്നത്. ഓക്കെ, കൺകറന്റ് എഞ്ചിനീയറിംഗ് ഈസ് എ ഡിഫറെൻറ്റ് അപ്രോച്ച് ടു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് വിത്തിൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഈസ് ദി പ്രിഫേർഡ് അപ്രോച്ച്. During a concurrent engineering production cycle, several teams work on different parts of the design at the same time. ഓക്കെ, എല്ലാ പ്രോസസ്സും നടക്കുന്നത് സെയിം ടൈമിലായിരിക്കും. ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ മാനുഫാക്ചറിൽ നിൽക്കുന്ന ആളുകളെടുത്ത് ഡിസ്കസ് ചെയ്യും ഏതൊക്കെ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യാൻ പോകുന്നത്, പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ അസംബ്ലി ലൈനിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്യും എങ്ങനെയാണ് നിങ്ങളിത് അസംബിൾ ചെയ്യാൻ പോകുന്നത് എന്നീ കാര്യങ്ങൾ. അപ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് ഡിസൈനിങ്ങിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മാനുഫാക്ചർ ചെയ്യാനുള്ള ഈസിനെസ്സിനനുസരിച്ച് അല്ലെങ്കിൽ അസംബിൾ ചെയ്യാനുള്ള ഈസിനെസ്സിനനുസരിച്ച് നമുക്ക് പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള കോർഡിനേഷൻ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ പിക്ചറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. റിക്വയർമെൻറ്റ് ഡെഫിനിഷൻ, അത് കഴിഞ്ഞ് പ്രോഡക്റ്റ് ഡെഫിനിഷൻ, ദെൻ പ്രോസസ് ഡെഫിനിഷൻ, ദെൻ ഡെലിവറി ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്റ്റഡ് ആയിരിക്കും. എങ്കിൽ മാത്രമേ ഒരു എൻജിനീയറിംഗ് പ്രോജക്റ്റ് നമുക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് സീക്വൻഷ്യൽ എഞ്ചിനീയറിങ്ങും കൺകറന്റ് എഞ്ചിനീയറിങ്ങും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഈ രണ്ട് ഫിഗറും വെച്ച് വരയ്ക്കാൻ പഠിച്ചിരിക്കണം. ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് വേണം എന്താണ് സീക്വൻഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എന്താണ് കൺകറന്റ് എഞ്ചിനീയറിംഗ് എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, 6 മാർക്കിന് പാർട്ട് ബി സെക്ഷനിൽ അല്ലെങ്കിൽ പാർട്ട് സിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് ഈസ് സീക്വൻഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ വാട്ട് ഈസ് കൺകറന്റ് എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പം അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് പറയാൻ പോകുന്നത് റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ RP ടെക്നിക്.
റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് കൺസെപ്റ്റ്. അതിനൊരു ഡെഫിനേഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിന്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഗ്രൂപ്പ് ഓഫ് ടെക്നിക്സ് used to quickly fabricate a scale model of a part or assembly using a 3D CAD data. നമുക്ക് പെട്ടെന്ന് ഒരു പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു അസംബ്ലിയുടെയോ ഒരു പ്രോട്ടോടൈപ്പ് ജസ്റ്റ് ഒരു സ്കെയിൽ മോഡൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടെക്നിക്സിന് പറയുന്ന പേരാണ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിഞ്ഞ് അത് ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അത് മാനുഫാക്ചർ ചെയ്യുന്നതിന് മുമ്പേ അത് ടെസ്റ്റ് ചെയ്ത് അതിലെന്തെങ്കിലും ഫാൾട്ട് ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം നമുക്ക് ഒരുപാട് വേസ്റ്റേജും കാര്യങ്ങളും നമ്മുടെ പ്രൊഡക്ഷൻ ടൈമും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് സൈസുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഷിപ്പോ അല്ലെങ്കിൽ ഒരു എയറോഫോയിലോ അങ്ങനെ എന്തെങ്കിലുമാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അതിലെന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്കതിൻ്റെ ചെറിയൊരു സ്കെയിൽ മോഡൽ ഉണ്ടാക്കേണ്ടി വരും. സപ്പോസ് ഒരു എയറോഫോയിലാണെങ്കിൽ ഒരു എയറോഫോയിലിൻ്റെ ഷേപ്പ് ഒരു സ്കെയിൽ മോഡൽ ഉണ്ടാക്കിയതിന് ശേഷം അതൊരു വിൻഡ് ടണലിൽ വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് അതിൻ്റെ എയറിൻ്റെ വെലോസിറ്റിയും കാര്യങ്ങളും അതിൽ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളൊരു ഷിപ്പ് മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ ഒരു ഷിപ്പിൻ്റെ ചെറിയൊരു സ്കെയിൽ മോഡൽ ഉണ്ടാക്കിയിട്ട് നമുക്കത് വെള്ളത്തിൽ വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, വെയ്റ്റും കാര്യങ്ങളും വോളിയം എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളൊരു സ്കെയിൽ മോഡൽ ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലാർജ് സ്കെയിൽ മോഡൽസ് ഉണ്ടാക്കിയിട്ട് അത് വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫെസിലിറ്റിയാണ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ടെക്നിക്സ് ദാറ്റ് യൂസ്ഡ് ടു ക്വിക്ക്ലി ഫാബ്രിക്കേറ്റ് എ സ്കെയിൽ മോഡൽ ഓഫ് എ പാർട്ട് യൂസിങ് 3D CAD ഡാറ്റ. അപ്പോൾ CAD-ൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. CAD-ൽ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ആ ഡിസൈൻ ഡാറ്റ അതിൻ്റെ കംപ്ലീറ്റ് സ്പെക്ക് അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡയമെൻഷൻസിൽ ഒരു മാറ്റവും ഇല്ലാതെയാണ് നമ്മൾ അതിൻ്റെ സ്കെയിൽ മോഡൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണോ ഒറിജിനൽ ഷേപ്പ് അത് തന്നെയാണ് നമുക്ക് റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിൽ കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് അനാലിസിസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ദെൻ 3D പ്രിൻറ്റിങ്. 3D പ്രിൻറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3D പ്രിൻറ്റിങ് എന്ന് പറയുന്നത് ഒരു റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് മെത്തേഡ് തന്നെയാണ്. 3D പ്രിൻറ്റിങ്ങിൽ ചെയ്യുന്നതും ഇത് തന്നെയാണ്. ഓക്കെ, മെയിനായിട്ട് 3D പ്രിൻറ്റിങ് യൂസ് ചെയ്യുന്നത് റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. അതിൽ വരുന്ന ഒരു മെത്തേഡ് മാത്രമാണ് ഈ 3D പ്രിൻറ്റിങ് എന്ന് പറയുന്നത്, ഒരു ഒബ്ജക്റ്റിൻ്റെ സ്കെയിൽ മോഡൽ ഉണ്ടാക്കുക. ഓക്കെ, അതുപോലെ തന്നെ റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിൽ യൂസ് ചെയ്യുന്ന വേറെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. സ്റ്റീരിയോ ലിത്തോഗ്രഫി, അതുപോലെ തന്നെ സെലക്റ്റീവ് ലേസർ സിൻഡറിങ്, ദെൻ laminated object manufacturing, fused deposition modeling, solid ground curing, then inkjet printing. അപ്പോൾ ഇതൊക്കെ ഒരു 3D പ്രിൻറ്റിംഗ് ടെക്നിക്സ് ആണ്. ഡിഫറെൻ്റ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് സ്കെയിൽ മോഡൽസ് ഉണ്ടാക്കുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനൊന്നുമില്ല. പേരുകൾ ഓർത്തിരിക്കുക. ഈ തരം അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ടെക്നിക്സൊക്കെയാണ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത് ഒരു സ്കെയിൽ മോഡൽ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ്. നമുക്ക് അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വലിയ ഒബ്ജക്റ്റിൻ്റെയും മറ്റും ചെറിയ സ്കെയിൽ മോഡൽസ് ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിൻ്റെ വലിയ സ്കെയിൽ മോഡൽ ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്യാപ്പിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ സെക്ഷനിൽ പഠിച്ചത് ഒന്ന് എന്താണ് പ്രോസസ് പ്ലാനിങ് എന്ന് പഠിച്ചു. അപ്പോൾ പ്രോസസ് പ്ലാനിങ് ഒരു
5-6 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, 6 മാർക്കിന് പാർട്ട് ബിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ പാർട്ട് സിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് റാപ്പിഡ് പ്രോസസ് പ്ലാനിങ്. അത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ്. അതിൽ വരുന്നത് 2 ടൈപ്പ് പ്രോസസ് പ്ലാനിങ്, ഒന്ന് വേരിയൻ്റ് മെത്തേഡും ഒന്ന് ജനറേറ്റീവ് മെത്തേഡ്. രണ്ടിൻ്റെയും ഗ്രാഫ്, ബ്ലോക്ക് ഡയഗ്രാം വരച്ച് തന്നെ പഠിക്കണം, വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം അതിന് 8 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്, 8-7 മാർക്കിന് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് വാട്ട് ആർ ദി ക്ലാസിഫിക്കേഷൻസ് ഓഫ് CAP കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ്. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഈ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയൊരു മൊഡ്യൂളാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടോപ്പിക്ക് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന്. അപ്പോൾ CAPൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിക്കുക. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് സൈക്കിൾ, അതിൻ്റെ ഗ്രാഫ് നീറ്റായിട്ട് വരയ്ക്കാൻ പഠിക്കുക. ഓരോ സ്റ്റേജസും എന്താണെന്ന് മനസ്സിലാക്കുക. ആ ഓരോ സ്റ്റേജസിലൂടെ പാസ് ചെയ്യുമ്പോഴും പ്രോഡക്റ്റിന് വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ദെൻ ഏതെങ്കിലും ഒരു വേൾഡ് എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ. അതുപോലെ തന്നെ അടുത്ത വരുന്ന ടോപ്പിക്കാണ് സീക്വൻഷ്യൽ എഞ്ചിനീയറിങ്ങും കൺകറന്റ് എഞ്ചിനീയറിങ്ങും. ഇത് രണ്ടും 6 മാർക്കിന് പാർട്ട് ബിയിൽ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പാർട്ട് സിയിൽ ചോദിക്കാറുണ്ട്. എന്താണ് സീക്വൻഷ്യൽ എഞ്ചിനീയറിംഗ്, എന്താണ് കൺകറന്റ് എഞ്ചിനീയറിംഗ്? തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ഗ്രാഫ് വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. ദെൻ ഏറ്റവും ലാസ്റ്റ് വരുന്ന സെക്ഷനാണ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്. ഓക്കെ. റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിൽ അതിൻ്റെ ഡെഫിനിഷൻ, അതിൽ എന്തൊക്കെയാണ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിൽ ചെയ്യുന്നത്, ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് ചെയ്യാറ്, അതിൽ വരുന്നൊരു 6 ടൈപ്പ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണ് എന്നീ കാര്യങ്ങളൊക്കെ ഇതിൽ മെയിനായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് CAD/CAMലെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ.